സമീർ, ഇതിനൊരു അവസാനമാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ? കാരണം പ്രവർത്തകരും പോലീസും രണ്ടു കൂട്ടരും വിട്ടു നൽകുന്നില്ല. പ്രതിഷേധക്കാർ ശക്തമായി തന്നെ പ്രതിഷേധിച്ച്, പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ഒരു തിരക്ക് അവിടെ കുറഞ്ഞിരിക്കുന്നു. ചിതറിയോടുകയായിരുന്നു അവർ. സ്മിത, പ്രവർത്തകർ ഈ ടിയർ ഗ്യാസ് പോലീസ് ഉപയോഗിച്ചതോടുകൂടി പ്രവർത്തകർ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ പൂർണ്ണമായും ഇവിടെ നിന്ന് നീങ്ങിയെന്ന് നമുക്ക് ഒരു തരത്തിലും തന്നെ പറയാൻ കഴിയില്ല. കാരണം പ്രവർത്തകർ സംഘടിച്ച് ഇതിന് മറ്റുള്ളിടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. പോലീസ് ഈ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ ക്ഷേത്രം ഈ ടിയർ ഗ്യാസ് അടക്കമുള്ള പോലീസ് തുടർച്ചയായി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട പ്രത്യേകത ഉണ്ടായപ്പോഴാണ് പ്രവർത്തകർ കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങാൻ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് പോലീസിനെയും പ്രകോപിപ്പിച്ചത്. കാരണം ഒരു തരത്തിലും ഈ മുൻപോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയായിരുന്നു പോലീസും സ്വീകരിച്ചത്. പക്ഷേ പ്രവർത്തകർ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് പോലീസിന് ആദ്യം തുടർച്ചയായിട്ട് ജലപീരങ്കിയും പിന്നീട് ഈ ടിയർ ഗ്യാസും ഗ്രനേഡും അടക്കം തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഈ നുഹ്മാൻ എയർപോർട്ട് വിമാനത്താവളത്തിന് ഒരു 600 മീറ്റർ അകലെ നുഹ്മാൻ ജംഗ്ഷനിലാണ് ഈ പ്രതിഷേധ സമരം പോലീസ് തടഞ്ഞിരിക്കുന്നത്. അങ്ങനെ തടഞ്ഞ ഘട്ടത്തിൽ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ പ്രവർത്തകർ ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നുകൊണ്ട് വിമാനത്താവളത്തിന്റെ റോഡിലേക്ക് കടന്ന് അതുവഴി പോകാനുള്ള ശ്രമം നടത്തിയതോടുകൂടിയാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നും പ്രവർത്തകർ ഒരു തരത്തിലും തന്നെ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഇതോടുകൂടി പോലീസ് തുടർച്ചയായി ജലപീരങ്കിയും പിന്നീട് ടിയർ ഗ്യാസും ഗ്രനേഡും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഏതായാലും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസിന് അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തെ പ്രതിഷേധ സമരവുമായി സോൾഡാറ്റിയും എസ്ഐയും രംഗത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ തന്നെ പോലീസ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സമരവും അനുവദിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകിയിരുന്നു. ഒപ്പം തന്നെ അനുമതിയും പോലീസ് നൽകിയിരുന്നില്ല. ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള പ്രവർത്തകരുമായി ഈ എയർപോർട്ട് ജംഗ്ഷനിൽ നിന്നും ന്യൂമാൻ ജംഗ്ഷനിലേക്ക് ഒരു നടന്നുകൊണ്ട് സമരവുമായി എത്തിയത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ വിമാനത്താവളത്തിന്റെ 2 വരി പാതയിലെ 1 വരി പാത മാത്രം സമരക്കാർക്ക് നൽകി. പിന്നീട് മറ്റൊരു പാതയിലൂടെ വാഹനം കടത്തിവിടുകയും ചെയ്തു. പക്ഷേ മറ്റൊരു പാത കൂടി തടയുന്ന തരത്തിലേക്ക് ഈ സമരക്കാർ പോയതോടുകൂടിയാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ഈ ലാത്തി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഒരു ഭാഗത്ത് ലാത്തി വീശുകയും മറുഭാഗത്ത് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് പോലീസിന് ശക്തമായ നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. തുടർച്ചയായി ആദ്യം 2 വാഹനം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം പ്രവർത്തകർ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നതോടുകൂടിയാണ് തുടർച്ചയായി ടിയർ ഗ്യാസും ഗ്രനേഡും എല്ലാം തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം പോലീസിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തകർ ശാന്തരായിട്ടുണ്ട്. മറ്റു പ്രകോപനത്തിലേക്ക് തന്നെ കടക്കുന്നില്ല. അവസ്ഥയിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സമരവുമായി സോളിഡാരിറ്റിയും എസ്ഒയും രംഗത്ത് വന്നിരിക്കുന്നത്. വിമാനത്താവളത്തിലേക്കായിരുന്നു ഇവരുടെ പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചത്. ഈ വിമാനത്താവളത്തിന്റെ 600 മീറ്റർ മുൻപ് തന്നെ പോലീസ് തടയുകയായിരുന്നു. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം തന്നെയാണ് വിമാനത്താവളത്തിന്റെ പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. സമീർ, ഇപ്പോഴും അവിടെ നിരവധി പ്രവർത്തകർ ഇരുന്ന് കൈകൊട്ടി മുദ്രാവാക്യം പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ പ്രവർത്തകരൊന്നും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഗതാഗതം സ്തംഭിച്ചു തന്നെയാണോ ഈ മേഖലയിൽ? ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടല്ല. കാരണം പോലീസ് അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം വിമാനത്താവളത്തിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് 2 വരി പാതയാണ്. അതിലൂടെ 1 വരി പാതയിലാണ് നിലവിൽ സമരക്കാരുള്ളത്. മറ്റൊരു പാത വിമാനത്താവളത്തേക്കുള്ള യാത്രക്കാർക്ക് സഞ്ചരിക്കാനായി പോലീസ് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് കൂടി പ്രവർത്തകർ കടന്നപ്പോഴാണ് പോലീസ് നടപടിയിലേക്ക് കടന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആ പാത ഈ തടസ്സപ്പെടാത്തത് കൊണ്ട് തന്നെ പോലീസും പ്രവർത്തകരും ഒക്കെ തന്നെ ശാന്തമായി നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഈ വിമാനത്താവളത്തിന്റെ ഈ സമീപത്തെ ഈ ജംഗ്ഷനിൽ മുദ്രാവാക്യ വിളികളോട് കൂടി പ്രവർത്തകർ ഇപ്പോഴും തടിച്ചു കൂടി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 1000-ഓളം വരുന്ന ഈ സോളിഡാരിറ്റിയുടെയും എസ്ഐഒയുടെയും പ്രവർത്തകരാണ് വിമാനത്താവളത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് വലിയ സന്നാഹത്തോടു കൂടിയും വലിയ സംഖ്യ പോലീസുകാരും ആദ്യ ഘട്ടത്തിൽ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല വിമാനത്താവളത്തിലേക്ക് കടത്തിവിടുന്ന വാഹനങ്ങളൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തി സമരക്കാരില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിമാനത്താവളത്തിലേക്ക് വാഹനങ്ങളൊക്കെ തന്നെ പോലീസ് കടത്തിവിടുന്നത്. അങ്ങനെ ശക്തമായ നിയന്ത്രണത്തിനൊടുവിലാണ് ഈ സമരം നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു തരത്തിലും അനുമതിയില്ലാതെ നടത്തിയ സമരത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കൊണ്ടോട്ടി ഡിവൈഎസ്പി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമരത്തിലേക്ക് പ്രവർത്തകരുമായി എത്തുന്ന വാഹനമൊക്കെ തന്നെ തടയുമെന്നും ുള്ള വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് ആക്ട് പ്രകാരം
സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡിവൈഎസ്പി കൊണ്ടോട്ടി ഡിവൈഎസ്പി സന്തോഷാണ് ഇത്തരത്തിൽ ഈ സമരക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകിയത് എന്നുള്ളതാണ്. പക്ഷേ എല്ലാം അവഗണിച്ചുകൊണ്ട് 1000-ഓളം വരുന്ന പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. വിമാനത്താവളത്തിന് ഏതാണ്ട് 2 കിലോമീറ്ററോളം അകലെയുള്ള ജംഗ്ഷനിൽ വെച്ച് പോലീസ് പ്രവർത്തകരുടെ വാഹനമൊക്കെ തന്നെ തടഞ്ഞു. അവിടെ നിന്നും ഈ കാൽനടയായിട്ടാണ് പ്രതിഷേധ മാർച്ചുമായി ഈ സമരം നടക്കുന്ന ഇടത്തിലേക്ക് ഈ പ്രവർത്തകർ എത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബാരിക്കേഡൊക്കെ തന്നെ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുൻപോട്ട് പോയതാണ് ഈ പോലീസിനെ തന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി എല്ലാം തന്നെ തുടർച്ചയായി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പ്രവർത്തകർ ഒരു തരത്തിൽ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് പോലീസിനും തുടർച്ചയായി ജിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്.